ഇവിടെ ഒരു ലേഡി ജയിലിൽ നല്ലവളായിട്ടാണ് നടക്കുന്നത്. അത് മാത്രമല്ലാതെ എല്ലാവരും ഫ്രീ ടൈമിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവൾ ആ ടൈം പോലും വേസ്റ്റ് ചെയ്യാതെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്താലും ഇവൾ എക്സസൈസ് ചെയ്യുന്നത് നിർത്തുന്നില്ല. എന്തിനാണ് ഇവൾ ഇത്രയും കഷ്ടപ്പെടുന്നതെന്നാൽ ഇവളുടെ ഹസ്ബൻഡിനോട് പ്രതികാരം ചെയ്യാനാണ് കാത്തിരിക്കുന്നത്. കാരണം 6 മാസത്തിന് മുമ്പ് ഇവളും ഭർത്താവും സന്തോഷമായ ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അവർക്കൊരു മകനുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം രണ്ടുപേരും ഒറ്റക്കൊരു ബോട്ടിൽ അവരുടെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ഉറക്കം എണീച്ചു നോക്കിയാൽ ഇവളുടെ ബോഡിയിൽ ഫുള്ള് രക്തമാണ്. അത് മാത്രമല്ലാതെ ആ ബോട്ട് ഫുള്ള് അവിടെയും ഇവിടെ രക്തം ചിതറി കിടക്കുന്നുണ്ട്. അപ്പൊ നിലത്ത് കിടന്ന ഒരു കത്തി അവൾ കൈയോണ്ട് തന്നെ എടുത്തു. അടുത്ത സെക്കൻഡിൽ തന്നെ കോസ്റ്റൽ ഗാർഡ് വന്ന് തെളിവോട് കൂടി തന്നെ പിടിച്ചു. കയ്യിലുള്ള കത്തിയും ബോട്ടിലുള്ള രക്തവും വെച്ച് ഇവളാണ് ഹസ്ബൻഡിനെ കൊന്നു കളഞ്ഞതെന്ന് പറഞ്ഞ് ജയിലിലിട്ടു. അത് മാത്രമല്ലാതെ ബോട്ടിൽ നിന്ന് ഇവളുടെ ഹസ്ബൻഡ് പോലീസിന് കോൾ ചെയ്ത കോൾ റെക്കോർഡും കിട്ടി. അതേപോലെ ഈ കേസ് കൂടുതൽ സ്ട്രോങ് ആവുന്നത് പോലെ ഹസ്ബൻഡിന്റെ പേരിൽ $2 മില്യൺ ഇൻഷുറൻസ് ഉണ്ട്. അതിന് നോമിനിയായി ഇവളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് കിട്ടാൻ വേണ്ടിയാണ് ഇവൾ അവനെ കൊന്നതെന്ന് വിധി വന്നു. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. സോ ആ ഇൻഷുറൻസിന്റെ ക്യാഷും ഇവളുടെ മകനെയും ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ ഏൽപ്പിച്ചു. പുറത്തു വരുന്നത് വരേക്കും അവനെ നോക്കാൻ പറഞ്ഞു. തുടക്കത്തിൽ ഒരു തവണ മാത്രം ജയിലിലേക്ക് വന്ന അവളുടെ മകനെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും കാണിച്ചു കൊടുക്കും. അതിനുശേഷം അവളെ കുറിച്ച് ഒരു വിവരവും ഇല്ലാതെയായി കഷ്ടത്തിലാണ്. അതിനുശേഷം അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് കോൾ ചെയ്ത് ഒരു വഴി അവളുടെ പുതിയ ഫോൺ നമ്പർ കണ്ടുപിടിച്ചു. ആ നമ്പറിലേക്ക് കോൾ ചെയ്ത് മകന്റെ അടുത്ത് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവളുടെ മകൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ വിളിക്കുന്നു എന്ന് ആരോടോ പറയുന്നത് കേൾക്കുന്നത്. നോക്കിയാൽ ഇവളുടെ ഹസ്ബൻഡിനെ കൊന്ന കേസിലാണ് ഇവൾ ജയിലിലായത്. എന്നാൽ അവൻ ആ ഇൻഷുറൻസിന്റെ ക്യാഷ് വാങ്ങിയിട്ട് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ ഓടിപ്പോയി സന്തോഷമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതറിഞ്ഞതും പുറത്തെ പോയേ മതിയാകൂ എന്ന് പറഞ്ഞ് ജയിലിൽ നല്ലവളായി നടക്കാൻ തുടങ്ങി. സോ നല്ല നടപ്പിന്റെ കാരണം പറഞ്ഞ് 6 വർഷത്തിന് ശേഷം പരോളിൽ പുറത്തു വന്ന അവളുടെ കൈകൊണ്ട് തന്നെ ഹസ്ബൻഡിനെ കൊന്നുകളഞ്ഞു. സോ ആദ്യമേ അതിനായിട്ടുള്ള ശിക്ഷ അനുഭവിച്ചത് കൊണ്ട് ഇപ്രാവശ്യം അവളുടെ മേലെ കേസ് എടുക്കാൻ പോലും പറ്റിയില്ല.